ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो। आज रात में फिर से एक और बार വളരെ സന്തോഷത്തോടും വളരെ കൃതജ്ഞതയോടും കൂടിയാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. और बहुत खुशी के साथ और बहुत कृतज्ञता के साथ मैंने जो है आज आपके करीब आए हुए. പാസ്റ്റർ ജീൻ പറഞ്ഞതുപോലെ ഐ തിങ്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2 വർഷത്തോളമായി നമ്മൾ ഈ പഠന പരമ്പര തുടങ്ങിയിട്ട്. और जैसे पादरी साहब ने बोला कि करीब 2 साल हो रहा है हम लोग इस पढ़ाई का श्रृंखला को जो शुरू किया. അതിനിടയിൽ ചില ബ്രേക്കുകളൊക്കെ സംഭവിച്ചെങ്കിലും ഇത് അതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലോട്ട് കൊണ്ടുവരുവാൻ ദൈവം അവസരമൊരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और उसके बीच में जो है कई बार हम लोग बीच में रुकना पड़ा कई कारण से, लेकिन उसका एक अंतिम समय में पहुंच जाने के लिए प्रभु ने जो सहायता की, इसलिए प्रभु को धन्यवाद करते हैं. ഈ പരമ്പര നിങ്ങളുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. और आपके आत्मिक जीवन के लिए इस पढ़ाई का श्रृंखला आत्मिक उद्धार का, आत्मिक जो है प्रोत्साहन का कारण बना, मैं विश्वास करते हैं. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. മുടങ്ങാതെ നിങ്ങൾ വരികയും പങ്കെടുക്കുകയും വചനം ശ്രദ്ധയോടെ കേൾക്കുകയും അനുസരിക്കുവാനുള്ളതായ തീഷ്ണത കാണിക്കുകയും ചെയ്തതിനൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और मैंने जो है परमेश्वर को धन्यवाद करते हैं कि आप लोग जो है लगातार आते रहा और इस मीटिंग में शामिल हुआ, परमेश्वर के वचन को स्वीकारा, उसको लागू करने के लिए भी आपने जो है प्रयास किया, इसके लिए प्रभु को धन्यवाद करते हैं. ഈവൻ ദോ ഇതിന്റെ ഒരു ഈ പഠന പരമ്പരയുടെ അവസാനത്തെ ക്ലാസ് ആണെങ്കിലും പിന്നീടും നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. और इस श्रृंखला का आखिरी समय है, आखिरी भाग है ये, फिर भी परमेश्वर हमारा जीवन में अलग अलग मौका देने पाए हम लोग मिलकर प्रभु के वचन को सीखने के लिए. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തെക്കാൾ ഉപരി എന്റെ ജീവിതത്തിൽ ഈ പഠന പരമ്പര വളരെയധികം അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. और मैंने आपका जीवन से ज्यादा मेरे जीवन के लिए ये पढ़ाई का श्रृंखला काफी जो है आशीष लाया, इसलिए काफी खुशी के साथ मैंने इसमें शामिल हुआ था. ഈ പഠന പരമ്പരയുടെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ശക്തമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ്. और इस पढ़ाई का श्रृंखला का आखिरी भाग जो है एक बड़ा एक क्लाइमैक्स की ओर हमें ले जा रहा है. ക്ലൈമാക്സ് എന്ന് പറയുന്നത് അതിന്റെ വലിപ്പത്തിലോ അല്ലെങ്കിൽ അതിന്റെ ജ്ഞാനത്തിലോ ഒന്നുമല്ല, അതിന്റെ വ്യക്തിയിലാണ്. और क्लाइमैक्स का मतलब जो है उसका रंग बदलने का अवस्था में या उसका महत्व के आधार पर नहीं है. क्लाइमैक्स का मतलब जो व्यक्ति को हमें इसके अंत में जो परिचय कर रहा है उस व्यक्ति के कारण है. എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതായ കാര്യങ്ങൾ ആബേൽ തുടങ്ങി വിശ്വാസ വീരന്മാരുടെ സാക്ഷികളുടെ വലിയ സമൂഹത്തെ പരിചയപ്പെടുത്തിയിട്ട്, പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ട്, കഷ്ടത അനുഭവിച്ചവരെ പരിചയപ്പെടുത്തി അവസാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. और हम लोग जो है शुरू से हाबिल का जीवन को हमें परिचय करा के इसके बाद जो है अलग अलग विश्वास का वीर पुरुषों को हमें परिचित करा के आखिर में यीशु मसीह को हमें परिचित कराने का एक उत्कर्ष में हम लोग आए हुए. എബ്രായ ലേഖനകർത്താവ് ഇവരെല്ലാം മനുഷ്യരായിരുന്നു, ഇവരിലെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു, എന്നാൽ പരിമിതികളില്ലാത്ത സമ്പൂർണനായ ഒരു വ്യക്തിയെ ഞാൻ ഇനി പരിചയപ്പെടുത്താം. और जो है इब्रानियों का लेखक जो है हमें बता रहा है, जितने लोगों को मैंने अभी तक परिचय कर रहा था वे लोग सब जो है साधारण इंसान थे, लेकिन अभी से जो है मैंने ऐसा लोगों को परिचय करना, ऐसे एक व्यक्ति को परिचय करना चाहता है जिसके जीवन में कोई जो है कमी नहीं है. 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. और 12 अध्याय पर हमारा ध्यान को केंद्रित करें. इब्रानियों को पत्र 12 अध्याय पर उसका 1 से लेकर 3 पद तक हम लोग पढ़ेंगे. इस कारण जबकि गवाहों का ऐसा बड़ा बादल हमको घेरे हुए है, तो आओ हर एक रोकने वाली वस्तु और उलझाने वाले पाप को दूर करके वो दौड़ जिसमें हमें दौड़ना है धीरज से दौड़े,
और विश्वास की कर्ता और सिद्ध करने वाला यीशु की ओर ताकते रहे, जिसने उस आनंद के लिए जो उसके आगे धरा था लज्जा की कुछ चिंता न करके क्रूस का दुख सहा और परमेश्वर के सिंहासन की दाहिनी ओर जा बैठा। इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध सह लिया कि तुम निराश होकर साहस न छोड़ दे। Praise the Lord. ആകയാൽ സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. तो कह रहा है कि बादल के माने गवाहों के से बड़े बादल हमें घेरे हुए तो आओ हम रोकने वाली वस्तु और उलझाने वाला पापों को दूर करके वो दौड़ जिसमें हमें दौड़ना है धीरे से दौड़ो और विश्वास के कर्ता और सिद्ध करने वाला यीशु की ओर ताकते रहे। Praise the Lord. വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുൻപ് പറഞ്ഞ എല്ലാവരും വിശ്വാസത്തിന്റെ അനുയായികളായിരുന്നു. എന്നാൽ അവർ കാത്തിരുന്നതായ വിശ്വാസത്തിന്റെ നായകനുണ്ട്. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. और बीते दिन में जितने लोगों के बारे में बोल रहा था, ये लोग सब विश्वास का जो है विश्वासी गण थे, लेकिन इसका जो है एक अगुवा होता है, जो अगुवा के बारे में आज चर्चा करेंगे, वो है हमारा यीशु मसीह। ഈ സാക്ഷികളുടെ സമൂഹങ്ങളെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് ഞങ്ങളിൽ പരാജയമുണ്ടായിരുന്നു, ഞങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചു, എന്നാൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കാത്തതിനെ കാണുവാൻ സാധിച്ച ഒരു സമൂഹമാണ് ഇനി നമ്മളോടൊപ്പം ചേരുവാനായിട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ ഒരു വ്യക്തി കടന്നു വന്നു, അവന്റെ പേരാണ് निर्दोषനും निष्कलंकनुമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. और जो विश्वास के जो है बादल का समूह हमें बता रहा है कि हम लोग हमारा जो है अगुवे यीशु मसीह की ओर देख के हम लोग आगे बढ़ रहा था, और हम लोग आने वाला दिन में एक और झुंड को हमें परिचित नहीं है, उस झुंड को हम देखने वाला है, लेकिन उसके बीच में जो है एक व्यक्ति आ रहा है जो निष्कलंक है और निर्दोष है, जिसका नाम है यीशु मसीह, उसको परिचय कर रहा। അതുകൊണ്ട് സാക്ഷികളുടെ ഒരു സമൂഹം വിശ്വാസത്താൽ അനുഗമിച്ചു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് നമ്മുടെ ക്യാപ്റ്റനാണ്. ഇനി മുതൽ കളിയുടെ ഗതി മാറും എന്നാണ് എബ്രായ ലേഖന കർത്താവ് നമ്മളോട് പറയുന്നത്. इब्रानियों का पत्री का लेखक हमें ये बता रहा है कि इस कारण अब तक जो है हम लोग अलग अलग व्यक्ति को देख रहा था, लेकिन अब जो है हमारा कप्तान खुद जो है हमारे सामने आ रहा है। कप्तान को जो है उन्होंने परिचय कर रहा है और बता रहा है अभी जो है खेल का गति थोड़ा अलग हो जाएंगे। Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മൾ ഭാഗ്യമുള്ളവരാണ്. പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മൾ ക്യാപ്റ്റന്റെ എൻട്രിക്ക് ശേഷമുള്ളവരാണെന്ന് നമ്മൾ ഇന്ന് രാത്രി കാലം മറന്നു പോകരുത്. और इसलिए हम लोग सौभाग्य की लोग हैं, क्योंकि हम लोग जो कप्तान आने के बाद वाला झुंड है, इसलिए हम लोग बहुत सौभाग्य की लोग हैं। बातों को हम लोग भूलना नहीं। വിജയിച്ചവനാണ് നമ്മളോട് കൂടെയുള്ളത്. और जो विजेता है वही हमारे साथ है. അവരെല്ലാം സാക്ഷികളുടെ ഒരു വലിയൊരു സമൂഹം വിജയിക്കുവാൻ പോകുന്നവെങ്കിലേക്ക് നോക്കി യാത്ര ചെയ്തെങ്കിൽ അതിനുശേഷം ഈ വലിയ സമൂഹത്തോട് യോജിക്കുന്ന നമ്മളോട് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഇനി വിജയിക്കുന്നവനെ നോക്കി നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല, വിജയിച്ചവനിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. और जो है अभी तक जो है वे लोग बता रहा है हम लोग विजय होने वाला एक व्यक्ति को ताकते हुए जीवन बिता रहा था, लेकिन इब्रानियों का पत्री का रचयिता अभी हमें समझा रहा है अभी हमें विजय जो है होने वाला व्यक्ति को ताकने का जरूरत नहीं है, विजय किया हुआ व्यक्ति को, विजय प्राप्त किया हुआ व्यक्ति को ताकते हुए हमें जीवन बिता सकता. Oh, praise the Lord. Hallelujah. ഈ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുകയാണ്. और इससे जो है हमारे अगुवा और यीशु मसीह को मैंने परिचय करने के लिए जा रहा. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം,
അവൻ പാപരഹിതനായിരുന്നു. His sinless perfection is making him to position him as the author and the perfecter of faith. और उनको जो है हमारा अगुआ बनाने के लिए, कर्ता और सिद्ध करने वाला बनने के लिए योग्यता यही देता है कि वो बिना पाप का एक व्यक्ति था. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, he made him who no sin to be sin on our behalf. പാപമില്ലാത്തവനെ നമ്മളിൽ അവൻ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. और हम लोग जो है 2 कुरिन्थियों का पत्री 5 अध्याय का वर्स कौन सा है? 21. 2 कुरिन्थियों का पत्री 5 अध्याय का 25 पद में हम लोग इस प्रकार जो है पढ़ते हैं, जहां पे यीशु मसीह के बारे में जो है बहुत अच्छा से जो है वर्णन किया गया है. 2 Corinthians 5:25 5:21 ओके. जो पाप से अज्ञात था उसी को उसने हमारे लिए पाप ठहराया कि हम उसमें होकर परमेश्वर की धार्मिकता बन जाए. Praise the Lord. അവിടെ എഴുതിയിരിക്കുന്നത് പാപമില്ലാത്തവനായ, നിർദോഷനായ, നിഷ്കളങ്കനായ നമ്മുടെ കർത്താവാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ. और यहाँ पे जो लिखा है वो पाप से अज्ञात था और हमारे लिए पाप ठहराया हुआ जो व्यक्ति, निर्दोष जो यीशु मसीह, उसको हमारा जो है कप्तान के रूप में बना दिया. സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിലേക്ക് നമ്മൾ പഠിച്ചപ്പോൾ അവരിൽ കുറവുകൾ ഉണ്ടായിരുന്നു, ബലഹീനതകൾ ഉണ്ടായിരുന്നുവെങ്കിലും വിശ്വാസത്തിൽ അവർ മുന്നോട്ടു പോയെങ്കിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നവൻ പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, 3 പ്രത്യേകമായ പരിപൂർണതയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനെയാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. और अलग अलग लोगों को जो परिचय हुआ था, उन लोगों का जीवन में अलग अलग कमियां जो रहता था, लेकिन अभी जो हमें परिचय देने वाला जो है यीशु मसीह जो है पाप का अज्ञान था, पाप किया नहीं, पापों के बारे में मालूम नहीं, उस व्यक्ति को हमारा जीवन में परिचय कर रहा है हमारा विश्वास का कर्ता और सिद्ध करने वाला यीशु मसीह है. वो 3 sinless perfection. പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ. 3 जो है अवस्था यीशु मसीह के जीवन से देखना है कि उन्होंने जो है पाप नहीं जाना, उन्होंने पाप नहीं किया और पाप में अज्ञान रहा. Oh, praise the Lord. A sinless perfection. അങ്ങനെയുള്ളവനാണ് നമ്മുടെ നായകൻ. Praise the Lord. Hallelujah. एक बिना पाप का सिद्ध करने वाला एक व्यक्ति, वैसा एक व्यक्ति है हमारा अगुआ. Praise the Lord. പക്ഷേ അങ്ങനെ പാപരഹിതനായ നമ്മുടെ കർത്താവ് എന്തു ചെയ്തു? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. അവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ക്രൂശിൽ മരിച്ചു, തന്നെത്താൻ താഴ്ത്തി അവൻ അനുസരണമുള്ളവനായി തീർന്നു. और उन्होंने क्या किया? जो पाप से अज्ञान किया हुआ यीशु मसीह क्या किया? जो फिलिपियों का पत्री में लिखा हुआ है कि वरन अपने आप को ऐसे शून्य कर दिया, दास का स्वरूप धारण किया और मनुष्यों की समानता में हो गया और हमारे लिए जो है बलिदान हो गया. Praise the Lord. അത് മാത്രമല്ല, നമ്മൾ 2 കൊരിന്ത്യർ 5-ൽ വായിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി. എന്തിനു വേണ്ടി? ഇനി നമ്മളും വളരെ ദൃഢതയോടെ ഓടുവാനായിട്ട്. और केवल वे नहीं है, हमारा पाप जितने हमने किया था, हमारा पाप भी यीशु मसीह की ऊपर में लाने के कारण हम दृढ़ता से अभी जो हमें दौड़ सकता. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവനും നിർദോഷനും നിഷ്കളങ്കനുമായ നമ്മുടെ കർത്താവ് ഗെത്ശമന തോട്ടത്തിൽ വെച്ച് അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ പാനപാത്രം, നമ്മൾ ചെയ്ത പാപത്തിന്റെ പാനപാത്രം കണ്ടപ്പോൾ അവൻ പറയുകയാണ്, കഴിയുമെങ്കിൽ നിന്നെങ്കിലും നിൽക്കണം. और देखिए, आप यीशु मसीह को देखिए, जिसमें पाप नहीं है, जिसमें पाप किया नहीं, जो व्यक्ति पाप में अज्ञान था, वो व्यक्ति जो है गेत्सेमने का जो है बगीचा में पिता परमेश्वर से प्रार्थना कर रहा है, पिता परमेश्वर, हो सकता है ये पाप का कटोरा मेरे से अलग करे. Oh, praise the Lord. The guilt of the sin which he has not done.
जो गलती उन्होंने नहीं किया है उसका बोझ को हटाने का एक अनुरोध कर रहा। നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചവനാണ്, അവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. जो व्यक्ति हमारे पाप के लिए अपना जान दिया है वही है हमारा विश्वास का कर्ता। ഹല്ലേലൂയ, हालेलुया। എന്തുകൊണ്ടാണ് അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണെന്ന് എബ്രായ ലേഖന ഭർത്താവ് പറയുന്നത്? ഒന്നാമത് his sinless perfection. क्यों जो है इब्रानियों का रचयिता हमें यह बता रहा है कि वो बिना पाप का एक व्यक्ति है, उन्होंने कोई पाप नहीं किया है। सबसे पहला जो है उसका गुण ही वो उसका कारण है, वो बिना पाप से सिद्ध हुआ एक व्यक्ति है। അങ്ങനെയുള്ളവനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. അതുകൊണ്ട് അവനെ ശ്രദ്ധിച്ചു നോക്കണം. वैसे जो है बिना पाप किया हुआ एक व्यक्ति है हमारा कर्ता, इसलिए उसी को ताकते रहना। ഇതിനു മുൻപ് പറഞ്ഞ വിശ്വാസികളുടെ സമൂഹം അല്ലെങ്കിൽ സാക്ഷികളുടെ സമൂഹമൊന്നും നമ്മുടെ ഹീറോസ് അല്ല. അവരാരും നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവരല്ല. അവരെല്ലാം നമ്മുടെ വിശ്വാസത്തെ എൻകറേജ് ചെയ്യുന്നവരാണ്. എന്നാൽ പൂർത്തീകരിക്കുന്നവൻ ഒരുവൻ മാത്രമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. और जितने लोगों के बारे में पहले बोल चुका है, वे लोग कोई भी हमारा विश्वास का पूर्तिकरण के लिए मदद करने वाला व्यक्ति नहीं है। हाँ जी, ये तो सही है कि वो हमारा विश्वास को जो है दृढ़ता देते हैं, लेकिन हमारा विश्वास को पूर्तिकरण में ले जाने वाला एक व्यक्ति है, वो हमारा यीशु मसीह है। ഹല്ലേലൂയ. അതുകൊണ്ട് സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് മാത്രം കാരണമായില്ല, നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ ഇത് പൂർത്തീകരിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. और इब्रानियों का रचयिता ये बता रहा है कि गवाहों के ऐसे बड़े बादल हमारे चारों तरफ है। केवल वो नहीं, हम लोगों को जो है हमारा सिद्ध करने वाला यीशु मसीह के बाद जो है हुआ एक लोग है हम लोग, इसलिए हमें दृढ़ता से इस दौड़ को दौड़ सकता। അത് മാത്രമല്ല, ഈ പാപരഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ട് നമ്മുടെ പാപത്തിനു വേണ്ടി അവൻ മരിക്കുകയും പരിഹാരം വരുത്തുകയും ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുകയും ചെയ്തു. और केवल वे नहीं, वो पाप रहित जो है यीशु मसीह हमारे लिए मृत्यु सह लिया और मृत्यु से जी उठकर क्रूश पर हमारे लिए जयवंत हो गया। കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യോं का पत्री 2रा अध्याय उसका 13 से लेकर पदों को हम लोग पढ़ सकता है। If possible, I want everybody to take that portion. अगर हो सकता है आपके पास बाइबल है, कृपया करके आप लोग उस पद को थोड़ा सा खोल दीजिए। कोलोसियों का पत्री 2रा अध्याय 13 से लेकर 15 पद तक। വളരെ പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ വിസ്തരിക്കുന്നത്. बहुत सुप्रधान और हमारे विश्वास का जिंदगी का एक बहुत बड़ा एक जो बुनियाद के बारे में प्रेरित पौलुस हमें उस पद के द्वारा कहते हैं। यस, उसने तुम्हें भी जो अपने अपराधों और अपने शरीर की कथना रहित दशा में मुर्दे थे उसके साथ जिलाया और हमारे सब अपराधों को क्षमा किया और विधियों का वो लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला और उसे क्रूस पर कीलों से जड़कर सामने से हटा दिया और उसने प्रधानताओं और अधिकारों को ऊपर से उतार कर उनका खुल्लम खुल्ला तमाशा बनाया और क्रूस के द्वारा उन पर जय जयकार की ध्वनि सुनाई। हालेलुया. പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മളെ അവൻ ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചു? ഉയർപ്പിക്കാനായിട്ട് ഒരു പൂർത്തീകരണം വേണം. അത് ആരിൽ സംഭവിച്ചു? കർത്താവിൽ സംഭവിച്ചു. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് അവിടെ വിസ്തരിക്കുന്നത്. और अपराधों और पापों के कारण मरा हुआ हम लोगों को उन्होंने उठाया, जिलाया। कैसे जिलाया? जिलाने के लिए पूर्तिकरण का जरूरत है। वो पूर्तिकरण यीशु मसीह क्रूस पर जो है किया, वैसे जो है पौलुस वहां पे कहते हैं। ഇതിനു മുൻപ് ശ്രദ്ധിച്ചേ, ഇതിനു മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയ ആരും
മരണത്തിന്റെ മേൽ ജയമുള്ളവരായിരുന്നില്ല. അവരെല്ലാവരും കല്ലറകളിൽ അടങ്ങിയിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതു കൊണ്ട് അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. और बीते बार तक जो मैंने बोला हुआ, कोई भी व्यक्ति अपना जो है मृत्यु से जी उठा नहीं है। वे लोग सब अपना कब्रिस्तान में जो है विश्राम करने के वक्त में यीशु मसीह जो है कब्रिस्तान से जो है निकल कर, मतलब वो अपने मृत्यु से जी उठकर हमारे लिए विश्वास का एक जो है रास्ता दिखाया है, इसलिए वो हमारा विश्वास का कर्ता हम लोग समझते। ഈ സാക്ഷികളുടെ വലിയ സമൂഹത്തിലുള്ളവർക്കൊക്കെ നമ്മെ എൻകറേജ് ചെയ്യുവാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മെ പാപത്തിൽ നിന്നും ഉയർപ്പിക്കുവാൻ അവനോടുകൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ അവൻ എന്നവിടെ പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. ये लोग जितने लोगों के बारे में हमने जो कहा, I think we lost. yes, please continue. Asujin? Yes, you can continue. Yeah. So അവിടെ പറയുന്നത് അവനോടുകൂടെ ജീവിപ്പിച്ചു. അവനോടുകൂടെ ജീവിപ്പിച്ചാലാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. കാരണം അവര് മാത്രമേ നമ്മെ ജീവിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരും മരിച്ച് ഇന്നും കല്ലറകളെ കിടക്കുകയാണ്. और हमें जो है यहाँ पे जो है बताया गया है, उन्होंने यीशु मसीह हमें भी जो है जिलाया है, मतलब हमें भी उस मरा हुआ अवस्था से जिलाया है। बाकी जितने लोग हैं वे लोग अभी भी मरा हुआ अवस्था में पड़ने के वक्त में यीशु मसीह हमें भी हमारे पाप और अधर्म से हमें भी जिलाया है। എന്തോ ചെയ്തു? അതിക്രമങ്ങളാൽ നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായ്ച്ച് ക്രൂശിന്റെ നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഭയങ്കര പവർഫുൾ. ഞാൻ അതിനെ വിശദീകരിക്കാം. और यहाँ पे जो है 14 पद में बहुत गंभीर तौर से जो है पौलुस बता रहा है, और विधियों का जो लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला, और उस क्रूश पर कीलों से जड़कर सामने से हटा दिया। എന്താണ് ഈ അതിക്രമങ്ങളാലും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്തെന്ന് പറയുന്നത്? പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന് നമ്മുടെ നെറ്റിയിൽ എഴുതി വച്ചിരുന്നു. നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് മരണം, ഡെത്ത് ആയിരുന്നു. എന്നാൽ ആ മായ്ച്ചു. ഞാനത് മായ്ച്ചു. ഇനി മുതൽ ഈ കൈയെഴുത്ത് ആളുകൾക്ക് കാണുവാൻ പറ്റാത്ത രീതിയിൽ അവൻ നമ്മളോട് ക്ഷമിച്ചു. हालेलुया। हमारा जो है जीवन के विरोध में लिखा हुआ अपराधों का बात क्या था? विधियों का जो लेख कौन सा था? वो मृत्यु का जो है लेख था, जो हमारे जो है माथा पर लिखा हुआ था। लेकिन उस विधियों का जो लेख को, जो मृत्यु का जो लेख को परमेश्वर ने क्या किया? हमारे माथा से हटा दिया। जो हमारे ऊपर में जो लिखा हुआ था उसको हटा दिया। നിങ്ങൾ ചിന്തിച്ചേ, മരണത്തിന് വിധിച്ച ഒരു തടവു പുള്ളിയുടെ മേലുള്ള നമ്പർ ഉണ്ട്, ഒരു ക്രമ നമ്പർ. അവന്റെ ദിവസം വരും. ആ ദിവസം അവനെ കാണുന്നവരൊക്കെ അവനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ മരണത്തിനു വേണ്ടി വിധിക്കപ്പെട്ടവൻ. ദിവസങ്ങൾ കഴിയുന്നവനെ പോലെ അവന്റെ മേലുള്ള ഒരു കൈയെഴുത്തുണ്ട്. അതുപോലെ പാപത്തിന്റെ തടവ് പുള്ളികളായിരുന്ന നമ്മെ ആ കൈയെഴുത്ത് അവൻ മായ്ച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്, കാരണം ഞാൻ ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റു. एक उदाहरण के रूप में मैं समझाएंगे, कोई भी व्यक्ति को मृत्यु दंड का सजा दिया है कि उसको एक नंबर दिया जाता है, और जो है लोग उनको जब देखेगा तो ये बोलते रहेगा कि फलना दिन में इसका मृत्यु होने वाला है, मृत्यु के लिए तैयार होकर जो है रह रहा है। लेकिन उसी प्रकार का जो नंबर था, हमारा जो नंबर आने वाला था, उस नंबर को परमेश्वर ने जो है हटा दिया, क्रूस पर जो है उसको हटा दिया, और हमें जो है परमेश्वर उस मृत्यु का अवस्था से बचा लिया। हालेलुया। Oh, praise the Lord. Can you all praise with me?
क्या आप मिलके जो है परमेश्वर को स्तुति कर सकता है? സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? अब जहां कहीं बैठे हैं वहां पे अपने हाथ उठाकर प्रभु को स्तुति कर सकता है। हालेलुया, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഒന്ന് നന്ദിയാൽ നിറയണം. നമ്മുടെ മേൽ ഒരു കൈയെഴുത്തുണ്ടായിരുന്നു പ്രിയമുള്ളവരെ. ആ കൈയെഴുത്തിനെ, ആ മേലെഴുത്തിനെ മാറ്റിവെച്ചിട്ട് നമ്മെ സ്വതന്ത്രരാക്കി വിടുവാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമേ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുവാൻ സാധിക്കുകയുള്ളൂ. അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. आपके ऊपर में एक लेखा था, आपके ऊपर में एक लिखित था जो आपके विरोध में था, उसको जो है मिटाने वाला सामर्थ्यशाली एक ही व्यक्ति था, वो यीशु मसीह जो हमारे विश्वास की करता, उसको मिटा डाल दिया और आपको आजाद कर दिया, इसलिए वो विश्वास का कर्ता बन गया। അതിനേക്കാൾ മനോഹരമായ രീതിയിൽ എബ്രായ ലേഖന കർത്താവ് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 12:2 ഒന്ന് വായിച്ചേ. 12:2 उसके और खूबसूरत तरीके में 12 अध्याय का दूसरा पद में इब्रानियों का रचयिता हमसे एक बात कर रहा है, और विश्वास के कर्ता और सिद्ध करने वाला यीशु मसीह की ओर ताकते रहे, जिसने उस आनंद के लिए जो उसके आगे धरा था, लज्जा की कुछ चिंता न करके क्रूस का दुख सहा और परमेश्वर के सिंहासन की दाहिनी ओर जा बैठा। എങ്ങനെയാണ് കർത്താവ് ഈ അപമാനം ഏറ്റെടുത്തത്? അവന്റെ മുമ്പിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ സന്തോഷം? यीशु मसीह जो है कैसे इस अपमान को जो है धर लिया, कैसे उसको ले लिया, क्योंकि उसके सामने जो है एक जो है जो खुशी की बात, आनंद की एक बात रखा हुआ था। कौन सी आनंद की बात है वो? അത് നമ്മൾ ഓരോരുത്തരുമാണ്. वो आनंद की बात हम जो व्यक्ति है, हम एक एक व्यक्ति था वो आनंद। വിനോദ് കുമാറിന്റെ മുഖമാണ് അത് ആനന്ദം. അരുൺ കുമാറിന്റെ മുഖമാണ് ആനന്ദം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജിനിന്റെ മുഖമാണ് അതിന്റെ ആനന്ദം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. और प्रभु के सामने रखा हुआ आनंद कौन सा था? वो विनोद कुमार का चेहरा था, वो अरुण कुमार का चेहरा था, वो पास्टर जीन का चेहरा था, हमारा एक एक लोगों का चेहरा था वो आनंद का कारण। ഹല്ലേലൂയ, हालेलुया। അത് കണ്ടിട്ട് അവൻ സന്തോഷത്തോടെ അത് സഹിച്ചെന്ന്. പിന്നെ ആരായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ? കർത്താവല്ലാതെ. और उसको देखते हुए, हमें देखते हुए प्रभु यीशु मसीह उस दर्द को जो है आनंद से सह लिया, इसलिए वो हमारा विश्वास का कर्ता बन गया। മാത്രമല്ല, മൂന്നാമതൊരു കാരണം കൂടെ ഉണ്ട്. तीसरा एक और कारण है। പാപരഹിതനായവൻ അത് വിട്ട് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, now going forward he is in a perfect position to help us. നമ്മെ സഹായിക്കുവാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ കർത്താവ് ഏറ്റെടുത്തിട്ടുള്ളത്. जो पाप रहित यीशु मसीह हमारे लिए मरा नहीं है केवल, अभी उसका पोजीशन, स्थान चेंज हो गया, बदल गया है। अभी वैसा एक स्थान में वो पहुंच गया है। केवल आपको पाप से छुड़ाया नहीं है, अभी आपको मदद भी वो कर सकता है। ഹല്ലേലൂയ. हालेलुया। മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വരും. മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. तो तीसरा पद में इस प्रकार लिखा है, तुम निराश होकर साहस नहीं छोड़ने के लिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना विरोध जो है सह लिया। ആരാണ് നമ്മുടെ നായകൻ? നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് ധ്യാനിക്കേണ്ടത്. ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മെ എൻകറേജ് ചെയ്യുമ്പോൾ നമ്മൾ ആരാധിക്കേണ്ട ആരാധ്യ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. इस पर हम ध्यान करना है। हमें जो पाप से छुड़ाया और हमें मदद करने वाला यीशु मसीह की ओर हम ध्यान करना, ताकते रहना, उसको ताकते रहेगा तभी हमें आगे बढ़ सकता। എബ്രായ ലേഖനം 4:15 കൂടി ഒന്ന് നമുക്ക് വായിക്കാമോ? इब्रानियों का पत्री उसका 4 अध्याय का जो है 15 पद भी जो है उसके साथ में पढ़ना चाहते। 4 का 15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. കാരണം പാപമൊഴികെ,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി, വേണമെങ്കിൽ അതിനേക്കാൾ ഉപരിയായി പരീക്ഷിക്കപ്പെട്ടവനായ കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. लिखा है क्योंकि हमारा ऐसा महायाजक नहीं जो हमारी निर्बलताओं में हमारे साथ दुखों न हो सके, वरन वो सब बातों में हमारे समान परखा तो गया तो भी निष्पाप निकला, इसलिए वो हमें मदद कर सकता. അതുകൊണ്ട് 16ാമത്തെ വാക്യം, അതുകൊണ്ട് therefore, इसलिए 16 पद, इसलिए आओ हम अनुग्रह के सिंहासन के निकट ही आव बांध कर चले कि हम पर दया हो और वो अनुग्रह पाए जो आवश्यकता के समय हमारी सहायता करे. അതുകൊണ്ട് തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ. നിങ്ങൾ ആ പദം ശ്രദ്ധിക്കണം. തൽസമയത്ത്. ഈ ഓട്ടത്തിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിൽ നിന്നും എൻകറേജ്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനായ യേശുക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ടുള്ള നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ ക്ഷീണിച്ചു മടുക്കുവാൻ സാധ്യതയുള്ളപ്പോൾ ആ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് പോകുവാനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. यहाँ पे एक बात लिखा है, उस पर ध्यान कीजिएगा. आवश्यकता के समय हमारी सहायता करे. कोई भी आवश्यकता जो हमें होते हैं उस वक्त में हमें सहायता करने के लिए एक ही व्यक्ति होता है जो हमारा विश्वास का करता है. തൽസമയത്ത് എന്ന് പറഞ്ഞാൽ आवश्यकता के समय में, उसका मतलब है कि जिस वक्त में चाहिए उस वक्त में 24/7 24x7 365 days 365 दिन. ഒരു ദിവസം പോലും അവിടെ ഹോളിഡേ ഇല്ല. एक दिन भी उनको छुट्टी नहीं होता. നമ്മളിപ്പോൾ ഒരു സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കസ്റ്റമർ സപ്പോർട്ട് ചില ദിവസം പറയും ഫ്രൈഡേ വരെ ഉള്ളൂ. ഫ്രൈഡേ, മൺഡേ ടു ഫ്രൈഡേ 9 to 5 മാത്രമേ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കൂ. हम लोग कोई कस्टमर केयर में कॉल करने के वक्त में वो लोग बोलेगा कि मंडे से सोमवार से लेकर शुक्रवार तक 9 बजे से 5 बजे तक ही आपको कॉल कर सकता है या हम आपको मदद कर सकता. സാറ്റർഡേയും സൺഡേയും ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയില്ല. और शनिवार और रविवार को हम मदद नहीं कर पाएंगे. ഇനി 24 മണിക്കൂറും സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് അഡീഷണൽ ആയിട്ട് പൈസ തന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സർവീസ് ഞങ്ങൾക്ക് തരാം. और अगर आपको और मदद चाहिए तो आपको एडिशनल जो है और ज्यादा पैसा देना पड़ेगा, तब हम आप लोगों को और भी मदद कर सकता. കർത്താവ് പറയുകയാണ്, यीशु मसीह यहाँ पे कह रहा है 24/7 24x7 समय तक 365 days 365 दिन भी അവന്റെ ഓഫീസ് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. उसका ऑफिस हमारे लिए खुला हुआ. ഓ പ്രൈസ് ദി ലോർഡ്. हालेलुया. ഏത് സമയത്തും कोई भी वक्त में, कोई भी നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചു മടുക്കുമ്പോൾ, जब आप निराश हो जाता है, आपका मन जो है थक जाता है, തളരുമ്പോൾ, आप जो है थक जाता है, run to the throne of grace. तो साहस नहीं छोड़ो, उस अनुग्रह के सिंहासन की ओर दौड़ो दौड़ो दौड़ो. हालेलुया. हालेलुया. അവിടെ കൃപയുടെ ഉറവിടമാണ്. वहां पे जो है अनुग्रह का एक स्रोत होता है, एक श्रोता होता. പാപമൊഴികെ എല്ലാത്തിലൂടെയും കടന്നുപോയവനാണ് നമ്മുടെ കർത്താവ്. वहां पे जो लिखा हुआ है कि उन्होंने पाप बिना सारे जो है अवस्था से गुजरा हुआ व्यक्ति है यीशु मसीह. പാപം മാത്രം ചെയ്തിട്ടില്ല. उन्होंने पाप नहीं किया, बाकी सारा परेशानी को उठा लिया, പക്ഷെ പാപത്തിന് പരിഹാരം വരുത്തി. लेकिन पाप का जो है माने समाधान कर दिया. അതുകൊണ്ട് इसीलिए പാപം ചെയ്യാനുള്ള സഹായം ദൈവത്തിൽ നിന്ന് ലഭിക്കുകയില്ല. इसलिए पाप करने के लिए कोई मदद प्रभु से नहीं मिलेगा. നിങ്ങൾ ദൈവത്തിനടുത്തേക്ക് പോയി പറ, കർത്താവേ എനിക്ക് 2-3 പാപം ചെയ്യണം, അതിന് സഹായിക്കാം. നോ. तो आप प्रभु के पास जाके कहेगा कि प्रभु हमको 2-3 पाप करना है, उसके लिए मुझे मदद करे. प्रभु बोलेगा नहीं. അതെനിക്ക് പരിചയമില്ല. प्रभु बोलेगा हमको वो बात परिचय नहीं. എന്നാൽ അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്നതായ അനുഭവങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങൾ പശ്ചാത്താപത്തോടെ കടന്നു വരുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്.
लेकिन उसका परिणाम स्वरूप होने वाले Yes. अलग अलग जो है समस्या से हमें बचाने के लिए हम जो है उस जो है अनुग्रह के सिंहासन के पास जाने से प्रभु वहां पे तैयार है। അത് മാത്രമല്ല, നിങ്ങൾ അറിയാത്തതായ തെറ്റിനു വേണ്ടി നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതകൾ അവനോട് പറഞ്ഞാൽ അവൻ മനസ്സിലാകും, കാരണം അവൻ അതിലൂടെ കടന്നുപോയതാണ്. और केवल वो नहीं, आप जिस परेशानी से गुजरते हैं, जिस समस्या से गुजरते हैं, उस समस्या अगर प्रभु से कहेगा, प्रभु जानते हैं, क्योंकि वो भी आपके बराबर समस्या से गुजरा हुआ। ആരുമില്ല എന്നുള്ള തോന്നൽ വന്ന് ലോൺലിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അത് തുറന്നു പറയുവാൻ നമ്മുടെ കർത്താവിന് അറിയാം. തുറന്നു പറഞ്ഞാൽ കർത്താവിന് അറിയാം, കാരണം അവൻ ഏകാന്തതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. अगर आप अकेलापन महसूस हो जाते हैं, आपको लगता है कि किससे बोलूं, किससे बात करूं, वो भी प्रभु से कह सकता है, क्योंकि प्रभु भी उस बराबर अवस्था से गुजरा हुआ। ഹല്ലേലൂയ. हालेलुया। അവൻ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാണ്. वो हमारा निर्बलता में हमारे सात दुखों को सहने वाला व्यक्ति है। അതാണ് അവന്റെ പേര് മഹാപുരോഹിതൻ. इसीलिए उसका नाम जो है ऐसा एक महायाजक बोला जाता। നമ്മളുടെ മീഡിയേറ്റർ ആണ് അവൻ, മധ്യസ്ഥനാണ്. उन्होंने हमारा बिछुआई करने वाला व्यक्ति है। കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. यीशु मसीह जो है कहा हुआ एक दृष्टांत को मैंने आपके सामने लाना चाहते। ഒരു അത്തിവൃക്ഷം നട്ടു. एक जो है अंजीर का पेड़ जो है लगाया हुआ, അതിൽ നിന്നും ഫലം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉടമസ്ഥൻ. और उसका एक जो है उसका मालिक उस अंजीर का पेड़ से जो है फल मिलने के लिए हमेशा प्रयास करते रहता। ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായമാണെന്നാണ് എന്റെ ഓർമ്മ. लूका का सुसमाचार उसका 13 अध्याय में हम लोग उस विषयों के बारे में पढ़ते हैं, मेरे ख्याल से 13-ാം അധ്യായമാണോ എന്നൊന്ന് നമുക്ക് നോക്കാം. 13-ാം അധ്യായം लूका का सुसमाचार 13 अध्याय है कि नहीं, हम लोग थोड़ा सा देखेंगे। 13 अध्याय खोलिए। यस यस 6 right. 6 पद से मैं पढ़ना चाहता। फिर उसने ये दृष्टांत भी कहा, किसी की अंगूर की बारी में एक अंजीर का पेड़ लगा हुआ था, वो उसमें फल ढूंढने गया परंतु ना पाया। तब उसने बारी के रखवाले से कहा, देख 3 वर्ष से मैं इस अंजीर के पेड़ में फल ढूंढता आता परंतु नहीं पाता, इसे काट डाल के ये भूमि को भी क्यों रोके रहे। उसने उसकी उत्तर दिया, हे स्वामी, इसे इस वर्ष और रहने दे कि मैं इसके चारों ओर खोद कर खाद डालूं, यदि आगे को फले तो भला, नहीं है तो उसे काट डालना। പ്രൈസ് ദി ലോർഡ്. ഉടമസ്ഥൻ പറയുകയാണ്, അതിനെ വെട്ടിക്കളഞ്ഞു, കാരണം 3 വർഷമായിട്ട് ഞാൻ ഫലം നോക്കിക്കൊണ്ടിരിക്കുക. और उसका मालिक जो है बता रहा है उसको काट डालो, क्योंकि बीते 3 साल से मैंने उसका जो है फल इंतजार कर रहा। അപ്പൊ തോട്ടക്കാരൻ വന്ന് പറയുകയാണ്, तब जो है उसका जो है उस बगीचा का जो है व्यक्ति नहीं आके कह रहा है, മധ്യസ്ഥനെ പോലെ പറയുകയാണ്, उन्होंने एक बिछुआई के रूप में जो है बात कर रहा है, 1 വർഷം കൂടി നിൽക്കട്ടെ, 1 और साल रहने दीजिए। ഓ പ്രൈസ് ദി ലോർഡ്. हालेलुया ഹല്ലേലൂയ. हालेलुया। നമ്മൾ ആരെങ്കിലും 4-ാം വർഷത്തിലാണോ? क्या हम लोगों से कोई भी व्यक्ति 4वां साल में है? നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. आपके लिए बिछुआई करने वाला एक महायाजक है हमारा, പക്ഷെ ഫലം കായ്ക്കണം നമ്മൾ. लेकिन उसका बीच में फल फलने का जिम्मेदारी हमारे ऊपर में है। എത്ര കാലം എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കുമെന്ന് നമുക്കറിയത്തില്ല. कितना साल तक जो है एक्सटेंड करके मिलेगा हमें नहीं मालूम, പക്ഷെ തോട്ടക്കാരൻ പറയുകയാണ്, लेकिन जो है इसका जो बगीचा का मालिक जो है, बगीचा का देखभाल करने वाला व्यक्ति हमसे कह रहा है, ഞാൻ 4-ാം വർഷം ഇച്ചിരി കൂടെ വളമൊക്കെ ഇടാം, ഫെർട്ടിലൈസർ ഒക്കെ ചെയ്യാം. मैंने जो है 4था साल में थोड़ा सा और जो है खाद डाल देता। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. हालेलुया। നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ, हमारे लिए जो बिछुआई करने वाला एक महायाजक, കൃപാസനം തുറന്നിട്ടിരിക്കുക. उस कृपा का जो है सिंहासन
का जो सिंहासन हमारे लिए खोल के रखा हुआ, പക്ഷെ അത് നമ്മൾ ഒരു ലൈസൻസ് ആയിട്ട് എടുക്കരുത്. लेकिन वो हमारे लिए एक लाइसेंस नहीं है. തോട്ടക്കാരൻ വരുന്ന ഒരു ദിവസമുണ്ട്, ഉടമസ്ഥൻ പിന്നെയും ഫലം നോക്കുവാൻ വരുന്ന ഒരു ദിവസമുണ്ട്. जो उसका मालिक जो है एक और दिन आने का एक दिन होता है जो फल ढूंढने के लिए. ഹല്ലേലൂയ. हालेलुया. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. हम लोगों को देखना है जो विश्वास की कर्ता और सिद्ध करने वाला यीशु मसीह को हम ताकते रहना. അവൻ പാപരഹിതനായവൻ. उन्होंने जो है पाप रहित एक व्यक्ति है. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ജയോത്സവം കൊണ്ടാടി. उन्होंने क्रूस पर हमारे लिए जान देकर जय का उत्सव को मनाया. അത് മാത്രമല്ല നമുക്ക് വേണ്ടി സഹായിപ്പാൻ അവൻ പൊസിഷൻ ചെയ്തിരിക്കുകയാണ്. केवल वो नहीं है, हमें मदद करने के लिए अपना स्थान को उन्होंने बदल दिया. അതുകൊണ്ട് അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. इसीलिए वो हमारा विश्वास का कर्ता और पूर्ति करने वाला परमेश्वर. ഞാൻ എൻ്റെ സന്ദേശത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരട്ടെ. मेरा संदेश का दूसरा भाग में मैं आना चाहता हूं. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം? इसलिए हमें करना क्या चाहिए? മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. 3 बातों को हमें करना है. ध्यान से सुनिए. നമുക്ക് 12-ാം അധ്യായം ഒന്നുകൂടെ വായിക്കാം. 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 12 पदों को एक और बार पढ़ना चाहता है. उसका 12 फर्स्ट अध्याय का पहला पद को 12 अध्याय का पहला पद को एक और बार पढ़ना चाहते. इस कारण जबकि गवाहों का ऐसा बड़ा बादल हमको घेरे हुए है, तो आओ हम हर एक रोकने वाली वस्तु और उलझाने वाला पाप को दूर करके वो दौड़ जिसमें हमें दौड़ना है धीरज से दौड़े. ഒന്ന്, थ्रो ऑफ एवरीथिंग. सबसे पहला बात, सारा बातों को दूर करना. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം. രണ്ട് കാര്യങ്ങൾ നമ്മൾ വിട്ടു. 2 चीजों को दूर करना है, एक रोकने वाली वस्तु और उलझाने वाला पाप. പാപം അറിയുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്, അത് നമ്മൾ വിട്ടുകളയണം. മുറുകെ പറ്റുന്ന പാപം വിട്ടുകളയണം. पाप को समझना हमारे लिए आसान है, लेकिन जब वो पाप हमें सट जाता है उसको दूर करना चाहिए. അതോടൊപ്പം നമ്മുടെ യാത്രയ്ക്ക് ഭാരം കൂട്ടുന്ന ഭാരമുണ്ട്, അതും മാറ്റണം. और केवल वो नहीं, हमारा सफर में हमें भारीपन देने वाला कई बोझ होता है, उसको भी हमें दूर करना. അത് അനുവദനീയമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപക്ഷെ നമുക്ക് ഭാരമായിട്ട് വരാം. वो हमारे सफर में साथ में आ सकता है, उसमें कोई दिक्कत तो नहीं होगा, उसमें कोई परेशानी तो नहीं होगा, लेकिन वो आपके लिए भारीपन हो सकता. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നുന്ന ലഗേജ് എല്ലാം ഫ്ലൈറ്റിൽ ഭാരമാണ്. और आप जब फ्लाइट में सफर करने के वक्त में जो लगेज आपको ट्रेन में सफर करने के लिए मदद करने वाला कई चीज जो होता है, वो फ्लाइट का सफर के लिए मदद नहीं हो जाएगा. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഓടുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഭാരമായി സംഭവിച്ചേക്കാം. यहाँ पे इब्रानियों का रचयिता कह रहा है कि जब तुम दौड़ने के वक्त में तुम जो है सोचता है तुम्हारे लिए फायदाजनक है, वो कई बात जो होता है वो तुम्हारे लिए भारीपन हो सकता है, रोकने वाली वस्तु हो सकता है. ഐഡന്റിഫൈ യുവർ വെയിറ്റ് ടുഡേ. എന്താണ് നിങ്ങളെ താഴോട്ട് വിടുന്നത്? ആ ഭാരം നമുക്ക് എടുത്തു കളയാം. और आपका वजन को आप जरा सा पहचानने के लिए कोशिश कीजिए, क्या आपको नीचे लेके जाता है. പാപം നമുക്കറിയാം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എന്നാൽ ഈ ഭാരം എന്ന് പറയുന്നത് വളരെ ഡിസെപ്റ്റീവ് ആണ്. जो पाप जो है आपको पता है ब्लैक एंड व्हाइट है, सीधा आपको समझ में आएगा, लेकिन बोझ जो होता, रोकने वाली वस्तु जो होता है, वो कभी जो है धोखा देने वाला तरीका में होता. ഒരു പക്ഷേ ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ വറി ആയിരിക്കാം. वो हो सकता है पाप के बारे में हमारा जीवन में होने वाला कई चिंता होता है. ഒരു പക്ഷേ നിങ്ങളുടെ ജോലി ആയിരിക്കാം. कभी आपका नौकरी हो सकता है. ഒരു പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി ഭാരമായിരിക്കാം. हो सकता है आपका जो है जो स्वास्थ्य के बारे में आपके अंदर में होने वाला कई चिंता हो सकता है. പണം ഉണ്ടാക്കുവാനുള്ള നിങ്ങളുടെ തത്രപ്പാടായിരിക്കാം. हो सकता है धन कमाने का आपका जो है दौड़ हो सकता है. ലോകപ്രകാരം സക്സസ്ഫുൾ ആകുവാനുള്ള നിങ്ങളുടെ തൃഷ്ണയായിരിക്കാം.
और दुनिया का तरीका में जो है प्रसिद्ध होने वाला या बड़ा होने वाला आपका एक तृष्णा होता है. ഓ നിങ്ങളുടെ മിനിസ്റ്റീരിയൽ തന്നെ നിങ്ങൾ വിജയിക്കുവാനുള്ള നിങ്ങളുടെ വ്യാമോഹമായിരിക്കാം. और मिनिस्ट्री में सक्सेस होने के लिए, विजय होने के लिए हमारे अंदर में होने वाला कई लालसा हो सकता है. ഓ നിങ്ങളുടെ കൂട്ടു സഹോദരനുമായി നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങളെ തന്നെ പ്രഷറിലിടുന്നതായിരിക്കാം. हो सकता है अपने भाइयों के साथ आपने तुलना करके आप अपना जीवन को प्रेशर में डालने का एक अवस्था हो सकता. സംതൃപ്തി ഇല്ലാത്ത ജീവിതമായിരിക്കാം. एक जो है संतुष्टि का जिंदगी नहीं है, वो एक कारण हो सकता है. ഇനിയും വേണം എന്നുള്ളതായ നിങ്ങളുടെ ചിന്താഗതിയായിരിക്കാം. और चाहिए और कमाना है, ये सोच हो सकता है. ഒരു പക്ഷെ അൺഫോർഗിവ്നെസ് ആയിരിക്കാം. हो सकता है जो क्षमा नहीं किया है वो अवस्था आपको रोक सकता है. ഭാരം നമുക്ക് വലിച്ചെറിയാം. പ്രൈസ് ദി ലോർഡ്. रोकने वाली वस्तुओं को हमें जो है उसको दूर करने का जरूरत है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും നമുക്കുള്ളത് കൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ത്രോ ഓഫ് അവർ സിൻ ആൻഡ് ദ വെയിറ്റ്. और ऐसे जो है हमें रुकने वाली अलग अलग चीज जो है हमें होने के कारण और हमें परेशान करने वाला कई बात होने के कारण रुकने वाली वस्तु और उलझाने वाला पापों को हमें जो है फेंकना पड़ता. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്താണ് എന്നെ പിന്നോട്ട് വലിക്കുന്ന ഭാരം? आप आज जरा सा कल्प सोच लीजिए, आपको पीछे खींचने वाला पाप क्या? Praise the Lord. അത് നമ്മൾ വലിച്ചെറിയണം. उसको हमें आज जो है फेंकने का जरूरत. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി. केवल वो नहीं, हमें दूसरा एक काम करने के लिए है. बाकी നമ്മൾ റൺ വിത്ത് പെർസിവറൻസ്. ഈ ഭാരവും പാപവും വിട്ടിട്ട് അവിടെ നിൽക്കുവാനല്ല, നമ്മൾ മുന്നോട്ട് പോകണം. और ये रोकने वाली वस्तु, उलझाने वाला पापों को छोड़कर वहां पे खड़ा रहने के लिए नहीं है. हम धीरज से दौड़ना, धीरज से आगे बढ़ना. Praise the Lord. हालेलुया. നമ്മൾ മുന്നേറണം. हमें आगे बढ़ना है, धीरज से आगे बढ़ना. ഇന്നലത്തെ ജീവിതമല്ല ഇന്നത്തെ ജീവിതം. कल का जिंदगी नहीं है आज का जीवन. മുന്നോട്ട് പോകണം, आगे बढ़ना. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. इसलिए जो है पौलुस बोल रहा है कि मैंने विश्वास को जो है मैंने संभाल के रखा, अच्छा जो है लड़ाई मैंने लड़ा है, अभी जो है मैं मेरा दौड़ को पूरा किया. മൂന്ന് കാര്യങ്ങൾ പൗലോസ് അവിടെ പറയുകയാണ്. दो बात जो है पौलुस वहां पे बोल रहा. വിശ്വാസം കാത്തു, मेरा विश्वास को मैंने संभाला, നല്ല പോർ പൊരുതി, अच्छा लड़ाई मैंने लड़ा. അത് മാത്രമല്ല, ഞാൻ ഓടുകയും ചെയ്തു. केवल वो नहीं, मैंने दौड़ा भी है. നിങ്ങൾ ആ ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നേ. आप उस तस्वीर को अपने मन में थोड़ा लाइए. तो ഒരു 3 dimensional ആയിട്ടുള്ള ഒരു പിക്ചറാണ്. 3 dimensions. 3 कोणा से जो है कार्य होने वाला एक तस्वीर है. നിങ്ങൾ ആരെങ്കിലും ഈ സ്പൂണിൽ നാരങ്ങ വെച്ചിട്ട് ഓടിയ കളി കളിച്ചിട്ടുണ്ടോ? मुझे नहीं मालूम आप लोग जो है ऐसा खेल खेला है कि नहीं, जिसमें जो है चम्मच में जो है नींबू रखते हुए एक दौड़ होता है, एक प्रतियोगिता होता है, उसमें खेला है कि नहीं मुझे नहीं मालूम. അങ്ങനെ ആ മത്സരം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. वैसा जो है खेल देखा हुआ लोगों को मालूम है. അവിടെ സ്പീഡ് മാത്രമല്ല വിഷയം. वहां पे जो है केवल तेज में दौड़ना नहीं है वहां का जो है बात. സ്പൂണിലുള്ള നാരങ്ങ നഷ്ടപ്പെടരുത്. और वहां पे एक और बात होता है कि जो चम्मच में रखा हुआ नींबू कभी गिरना नहीं चाहिए उस दौड़ में. പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വാസം കാത്തു. पौलुस बोल रहा है मैंने अपना विश्वास को संभाला. വലത് കൈയിൽ ഞാൻ ആയുധം വെച്ച് പോരാടി. और मैंने जो है दाहिने हाथ में हथियार को लेके मैंने लड़ाई किया. എന്റെ വിശ്വാസം ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് കാത്തു. और मेरा विश्वास को मैंने अपना हृदय पर
रखे जो है मैंने आगे बढ़ा, വലതു കൈയിൽ ആയുധം, और जो है मेरा जो है एक हाथ में जो है हथियार के साथ मैंने आगे बढ़ा, കാലുകൾ കൊണ്ട് ഞാൻ ഓടി. और मैं हाथ के मैंने मेरे पैर के द्वारा जो है मैंने दौड़ा है. ഓ പ്രൈസ് ദി ലോർഡ്. हालेलुया. എന്തോ ഒരു ചിത്രമാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ. कैसा एक चित्र है या मसीह का जीवन. വിശ്വാസം കളഞ്ഞിട്ട് പോരാടിയിട്ട് കാര്യമില്ല. आपका विश्वास को छोड़कर आप कुछ भी करेगा तो कोई फायदा नहीं होता. വിശ്വാസം മാത്രം കാത്തു നിന്നിട്ട് പോരാടുവാനുള്ള അവസരം വരുമ്പോൾ പോരാടാതിരുന്നിട്ട് കാര്യമില്ല. आप विश्वास जो है अपने पास रखते हुए जब लड़ाई करने का वक्त आता है तो नहीं लड़ने से कोई मतलब नहीं होता. അത് മാത്രമല്ല, കിങ്ഡത്തിൽ അഡ്വാൻസ് ചെയ്യാതെ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. और केवल वो नहीं, ये दोनों कर रहा है, लेकिन प्रभु का राज्य में आप आगे नहीं बढ़ रहा है, जहां पे बैठा है उधर ही बैठ रहा है, वैसे नहीं चाहता है प्रभु. रन विथ परसिवरेंस. आपको धीरज के साथ आपको दौड़ने का जरूरत है. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം. एक और बात जो है, तीसरा बात मैंने आपके सामने बोलना चाहता है. Never lose focus on Jesus. Always fix your eyes on Jesus. യേശുവിനെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത്. अब हमेशा यीशु मसीह को ताकते रहना है, कभी भी अपना फोकस बदलना नहीं है. മറ്റുള്ളവരിൽ നിന്നും എൻകറേജ്മെന്റ് നമുക്ക് എടുക്കാം, പക്ഷെ ആരെയും ഹീറോ വർഷിപ്പ് ചെയ്യരുത്. बाकी लोगों से आपको प्रोत्साहन ले सकता है, लेकिन किसी और व्यक्ति को हीरो वर्शिप या आराधना नहीं करना. നമ്മൾക്ക് ഒരൊറ്റ ഹീറോയേ ഉള്ളൂ. हमें एक ही हीरो होता है. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ നമ്മുടെ കർത്താവ്. हमारा जो है विश्वास की कर्ता और पूरा पूर्ति करने वाला यीशु मसीह. അവനെ ശ്രദ്ധിച്ചു നോക്കണം. അവനെ ശ്രദ്ധിച്ചു നോക്കണം. उसी को हम ध्यान से देखना है. അവനെ ശ്രദ്ധിച്ചു നോക്കണം. उसी को हम ध्यान से देखना. ഹല്ലേലൂയ. हालेलुया. എന്നിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നു, വേർ ഇസ് ദ ലിമിറ്റ്? ഇതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, ഏതുവരെ നിങ്ങൾക്ക് പോകാം. और इसके बाद जो इब्रानी का रजीदा बोल रहा है, उसके लिए एक लिमिट होता है, कहां तक आपको जा सकता है. इसी प्रकार അത് വായിച്ചപ്പോൾ എൻ്റെ ചങ്ക് ഇടിച്ചുപോയി. ये जब पढ़ने के वक्त में मेरा हृदय जो है, मेरा दिल का धड़कन बढ़ गया. 4-ാം വാക്യം, उसका 14वां पद, तुमने पाप से लड़ते हुए उसे ऐसी मुठभेड़ नहीं की कि तुम्हारा लहू बहा हो. ഓഹ് പ്രൈസ് ദി ലോർഡ്. എവിടെയാ ലിമിറ്റ്? लिमिट कहां है, उसका सीमा कहां है? മരണം വരെ വന്നാലും പ്രാണത്യാഗത്തോളം പിടിച്ചു നിൽക്കണം. मृत्यु सहने तक आपको पाप से लड़ते हुए दौड़ना. ഓ പ്രൈസ് ദി ലോർഡ്. हालेलुया. നമുക്ക് സൗകര്യമുള്ളതുവരെയല്ല, आपको जब तक सुविधा है तब तक दौड़ने के लिए नहीं कह रहा है. നമുക്ക് തോന്നുന്നത് വരെയല്ല, आपको जब तक जो है मन है तब तक दौड़ने के लिए नहीं कह रहा है. നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോഴല്ല, आपको जब तक जो है आपका जो परिस्थिति आपके लिए अनुकूल है तब तक दौड़ने के लिए नहीं बोल रहा है. പ്രാണത്യാഗത്തോളം, മരണം വരെ നിങ്ങളുടെ ജീവനെ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഒഴിവ് കഴിവില്ല, മുന്നോട്ട് തന്നെ പോകണം. मृत्यु सहने तक आपको इस दौड़ना है. अगर जान देना पड़े तो भी आपको वहां से हट नहीं सकता है. मृत्यु तक आपको इस दौड़ को दौड़ना. Praise the Lord. हालेलुया. അതിനേക്കാൾ കുറഞ്ഞൊരു ലിമിറ്റ് ഇല്ല എന്ന്. उससे कम कोई लिमिट नहीं है या सीमा नहीं है. കാരണം എന്തുവാ? बात क्या है? നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ്. क्योंकि हमारा जो विश्वास की कर्ता और सिद्ध करने वाला यीशु मसीह സ്വർഗത്തിൽ നിന്നുകൊണ്ടല്ല ഇത് അച്ചീവ് ചെയ്തത്. स्वर्ग में रहते हुए इस अवस्था को प्राप्त नहीं किया है. ക്രൂശിൽ തന്നെത്തോളം താഴ്ത്തി. क्रूश का मृत्यु तक अपने आप को दीन किया. അതാണ് നമ്മുടെ ലിമിറ്റ്. एक्सक्यूज मी. അതാണ് നമ്മുടെ ലിമിറ്റ്. वो हमारा जो है सीमा होता. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് ഈ 11-ാം അധ്യായത്തിന് മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വളരെയധികം കഷ്ടതയിലൂടെ പോകുന്നവരാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം അവർക്ക് എഴുതിയത്. എന്നാൽ ഇതിന്റെ ലിമിറ്റ് എവിടെയാണെന്ന് അറിയാമോ സഹോദരന്മാരെ? നിങ്ങളുടെ സൗകര്യമോ നിങ്ങളുടെ കംഫർട്ട് സോണോ അല്ല ഇതിന്റെ ലിമിറ്റ്.
മരണം വരെ പിടിച്ചു നിൽക്കണം. और इब्रानियों का रजीदा जो है इस पत्री जो है लिखा हुआ लोग जो इब्रानियों में 57 सहा हुआ लोग थे, उन लोगों को कह रहा है कि इसका सीमा क्या है, तुम लोग को जब तक मन है तब तक तुम लोग को हो सकता है, तब तक करने के लिए नहीं है, मृत्यु तक आपको अटल रहना. നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. वहां पे लिखा है कि तुम लड़ते हुए उससे ऐसी मुठभेड़ नहीं की कि तुम्हारा लहू बहा हो, लहू बहाने तक मुठभेड़ होते रहना. ജീവിച്ചിരിക്കുന്നവരോടാണ് ഇത് പറയുന്നത്, നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ എന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. तो जो जिंदा हुआ लोगों को इब्रानियों का रजीदा ये नहीं बोल रहे कि तुम लोग तो मारा तो नहीं है ना, इसी प्रकार नहीं बात कर रहे. മരണം വരെ നിങ്ങൾ പിടിച്ചു നിൽക്കണം. आप लोग मृत्यु तक जो है आपको जाना है इस प्रकार. കാരണം क्या है? സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കും. गवाहों का बड़ा बादल आपका पीछे पड़ा. ആബേൽ മുതൽ ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. हाबेल से लेकर अलग अलग लोग आपसे बात करते रहते. അതിനേക്കാൾ ഉപരിയായിട്ട് उससे बढ़कर നമ്മൾ അതിന്റെ ക്ലൈമാക്സ് കണ്ടവരാണ്. ഹീറോ, हम लोग उसका जो है क्लाइमैक्स को देखा हुआ है, हीरो को देखा हुआ. വിശ്വാസത്തിന്റെ നായകനും विश्वास का कर्ता പൂർത്തി വരുത്തുന്നവനുമായ और जो सिद्ध करने वाला യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. यीशु मसीह की ओर ताकते रहे. നമ്മുടെ ഓട്ടം മുന്നോട്ട് നയിക്കുക. हमारा दौड़ को हम आगे बढ़े. ഏതുവരെ? कब तक जो है आगे बढ़ना? മരണം വരെ. मृत्यु के समय तक. ജീവൻ കൊടുക്കേണ്ടി വന്നാലും जान अगर देना पड़े, വിശ്വാസത്യാഗം സംഭവിക്കരുത്. विश्वास हमारा जीवन, विश्वास को छोड़ने का मौका हमारा जीवन में नहीं होना. അങ്ങനെയുള്ളവർക്കായി वैसे लोगों के लिए ഒരു മഹാപ്രതിഫലമുണ്ട്. एक बड़ा सा इनाम रखा हुआ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വായിച്ച് നമ്മൾ അവസാനിക്കുകയാണ്. इब्रानियों का पत्री जो है 10 का जो है आखिरी पद पढ़कर जो है हम लोग समाप्त करेंगे. उसमें लिखा हुआ है, पर हम 35 മുതൽ വായിക്കാം. 35 से जो है लेकिन पढ़ेंगे. इसलिए अपना हियाव न छोड़ो, क्योंकि उसका प्रतिफल बड़ा है. क्योंकि तुम्हें धीरज धरना अवश्य है, ताकि परमेश्वर की इच्छा को पूरी करके तुम प्रतिज्ञा का फल पाओ. क्योंकि अब बहुत ही थोड़ा समय रह गया है, जबकि आने वाली आएगा और देर न करेगा. पर मेरा धर्मी जन विश्वास से जीवित रहेगा, और यदि वो पीछे हट जाए तो मेरा मन उससे प्रसन्न न होगा. पर हम हटने वाला नहीं कि नाश हो जाए, पर विश्वास करने वाला है कि प्राणों को बचाए. ഓ പ്രൈസ് ദി ലോർഡ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകും. हम तो नाश होने वाला झुंड में नहीं है, मगर विश्वास करके प्रतिज्ञाओं को प्राप्त करने वाला का झुंड में. कारण उसका कारण क्या है? സാക്ഷികളുടെ വലിയൊരു സമൂഹം, गवाहों का बड़ा बादल हमारा बीच में है, हमारे सामने है. വിശ്വാസത്തിന്റെ നായകൻ और विश्वास का कर्ता हमारे सामने है, പൂർത്തി വരുത്തുന്നവനുമാണ്. और जो है सिद्ध करने वाला प्रभु हमारे साथ है. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. उस यीशु मसीह को हम ताकते रहना. സകല പാപവും ഭാരവും വിട്ട് हर एक रोकने वाली वस्तु और उलझाने वाला पापों को दूर करके നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ हमारा दौड़ को हम पूरी रीति से हम दौड़ना चाहिए. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचन के साथ परमेश्वर हमें आशीष करे. Praise the Lord. Can you pray and finish? Is that okay for you? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, पवित्र पिता, हम आपके चरणों में आते हैं आज इस शाम के वक्त में. കർത്താവേ, വിശ്വാസികളുടെ വലിയൊരു സമൂഹം ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ നായകനായ യേശുവിനെ നോക്കുവാൻ ഞങ്ങളെ സഹായിക്കും. प्रभु, विश्वास के जो है बादलों का बड़े समूह हमारे चारों तरफ रहने के कारण हम जो है उस विश्वास करने वाला यीशु मसीह की ओर ताकते रहना चाहते हैं. ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓടട്ടെ കർത്താവേ. प्रभु, हमारा उस विश्वास को आगे धरते हुए हम हमारा दौड़ को दौड़ना चाहते हैं. ഈ വചനം കേട്ട എല്ലാവരുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ.
इस वचन जो सुना हुआ हर एक लोगों के ऊपर में अपना पवित्र आत्मा कार्य करने पा। ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. इसका रिकॉर्डिंग जो सुन रहा है उन लोग का जीवन में भी अपने आशीष कीजिए. ഓരോ സന്ദേശങ്ങളും ജീവിതത്തിൽ പരിവർത്തനം വരുത്തട്ടെ കർത്താവേ. हर एक संदेश जो है लोगों के जीवन को बदलने वाला अवस्था होने पा. ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ലാത്തത് കൊണ്ട് സ്തോത്രം. प्रभु हम लोग दुर्बल लोग हैं, लेकिन परमेश्वर के वचन को बंधन नहीं है, इसलिए हम आपको धन्यवाद करते हैं. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. पिता पुत्र और पवित्र आत्मा के नाम में हम इन लोगों को आशीष करते हैं. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ ഒന്ന് കേൾക്കണമേ പിതാവേ. यीशु मसीह के नाम में मांगते हैं, सुन और ग्रहण कर. ആമേൻ. ആമേൻ. Thank you very much, भाई सिमजन.